ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹെൽമെറ്റിനുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ആൻറ്റി ഫോഗ് ഇല്ല എന്നുള്ളത്. ഇത് നമ്മൾ എടുത്ത ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 6600 രൂപ കൊടുത്തെടുത്തതായിരുന്നു. ആൻറ്റി ഫോഗ് ഇല്ല, അതുപോലെ തന്നെ ഡബിൾ ഡിയറിങ് ഇല്ല. ഈ രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ഏറ്റവും നല്ലത് ആൻറ്റി ഫോഗ് ഉള്ളതടക്കം വാങ്ങുക. നമ്മളപ്പോൾ കുറച്ച് പൈസ കൂടിയാലും നമ്മളത് നോക്കി വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. ഇത് നമ്മളന്ന് വാങ്ങിയത് എംടിൻ്റെ ഒരു ബ്രാൻഡ് നോക്കി, പിന്നെ നമുക്ക് പറ്റിയൊരു ക്വാളിറ്റി ഉള്ള ഒരു ഇത് നോക്കി. പക്ഷേ നമ്മൾ ആൻറ്റി ഫോഗ് പിന്നെ വേണമെങ്കിൽ നമുക്ക് വെക്കാമായിരുന്നു, പിൻ ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് വെക്കാമായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായി നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആൻറ്റി ഫോഗ് നിർബന്ധമാണ്. കാരണം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി ഫോഗ് നിർബന്ധമായി. ഇപ്പം നമ്മൾ ഇതിനുള്ളൊരു ആൻറ്റി ഫോഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ആൻറ്റി ഫോഗ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ വാങ്ങിയ ആൻറ്റി ഫോഗ്. ഇത് നമ്മൾ സ്മാർട്ട് ആൻഡ് പ്രോഗ്രസ് എന്നുള്ള വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇതിന് വന്ന റേറ്റ് എന്ന് പറയുന്നത് 1750 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. ഇനി ഇത് നമ്മൾ പൊട്ടിച്ച് ഇത് നമ്മൾ നമ്മുടെ ഈ ഹെൽമെറ്റിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഇതാണ് സംഗതി. ഇനി ഇത് നമ്മൾ പൊട്ടിച്ച് ഈ ആൻറ്റി ഫോഗ് പുറത്തെടുത്ത് വെക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഫോഗ് എന്നൊരു സംഭവം. ഇത് നമ്മുടെ ഹെൽമെറ്റിലെ ആ വൈസറിനെ അകത്ത് വെക്കുന്നൊരു സംഭവമാണ്. ഇത് ഓൾറെഡി വരുന്ന സംഭവത്തിനൊക്കെ ഇങ്ങനെ തന്നെയാവും. ഇത് നമ്മൾ ആ പിൻ ലോക്കിൽ ഇങ്ങ് കൊടുക്കുകയാവും ചെയ്യുക. ഈ ഒരു ഭാഗത്ത് എന്തായാലും ഫോഗ് വരില്ല. നമ്മൾ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പുക പറ്റി പിടിക്കില്ല, ആ ഒരു സംഭവം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ എന്തായാലും നമുക്ക് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉപയോഗം തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് പോകുന്നതുകൊണ്ടാണ് നമ്മളിത് വെക്കാനുള്ള കാരണം നമ്മൾ ഇവിടെ ആകുമ്പോൾ അത്ര നമുക്ക് മഴക്കാലത്തെ ചെറിയ ബുദ്ധിമുട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ഇത് ആൻറ്റി ഫോഗ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഗ്ലാസ് അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അഴിച്ചെടുക്കേണ്ട രീതി പറഞ്ഞുതരാം. ഈ ഒരു ക്ലിപ്പ് താഴോട്ട് പ്രസ് ചെയ്തിട്ട് ഗ്ലാസ് പൊക്കിയെടുത്താൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഗ്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ കണ്ടോ, ഈ ഒരു വശമാണ് നമ്മൾ ആൻറ്റി ഫോഗ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതുപോലുള്ളൊരു ഫിലിമാണുള്ളത്. ഓരോ ഹെൽമെറ്റിനും അതിൻ്റേതായിട്ടുള്ള ആൻറ്റി ഫോഗ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇനി ക്ലിയറായിട്ട് തുടച്ച് കൊടുക്കണം. കാരണം നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് അത് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ഇത് നമ്മളൊരു ഗ്ലാസ് ക്ലീനർ ഇട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ കുറേ വണ്ടിയിൽ പോകുന്ന സമയങ്ങളിലൊക്കെ ഈ പ്രാണികളൊക്കെ പറ്റി പിടിച്ച് അതിനുള്ളിൽ ചെറിയ ഒരു അടയാളമായിട്ട് നിൽക്കും. അപ്പോൾ അത് പോരണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലാസ് ക്ലീനർ ഇട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടോ ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇനി ഈ ആൻറ്റി ഫോഗ് ഉണ്ടല്ലോ, ഈ ഒരു ഫിലിം നമ്മൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു പിൻ ലോക്ക് കാണും, ഇവിടെ രണ്ട് സൈഡിലും കാണും. അപ്പോൾ ഇവിടെ ഒരു ഹോളും കാണും. ഈ ഹോള് ഇങ്ങോട്ട് കയറ്റി കൊടുത്ത് ഇത് കണ്ടോ നല്ല കറക്റ്റ് ഇതാവും. കുറച്ച് ടൈറ്റായിട്ട് ചെയ്യേണ്ടി വരും, എന്നാലേ കറക്റ്റ് ഒരു പൊസിഷനിൽ നിൽക്കുള്ളൂ. അങ്ങനെ അത് കയറ്റിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കൂടെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് ഒട്ടിയ പോലെ നിൽക്കും. കണ്ടോ, ഇപ്പോൾ വളരെ ക്ലിയറായി. ഈ ഗ്ലാസ് നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ആ ഒരു സ്ഥലത്ത് കറക്റ്റ് ആൻറ്റി ഫോഗ് ഒട്ടി നിന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊരു ഫിലിം ഉണ്ടാവും, ആ ഇത് പറിച്ച് ഒഴിവാക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അടിപൊളിയായി ആൻറ്റി ഫോഗ് ഇതിന് ഇൻസ്റ്റാളായി. ഇനി നമ്മൾ ഗ്ലാസ് ഹെൽമെറ്റിലോട്ട് തന്നെ തിരിച്ച് പിടിപ്പിക്കണം. ഇനി ഇത് ഫിറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ ഇതിലോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിലേക്ക് കറക്റ്റായി നിൽക്കും. അങ്ങനെ ചെയ്തിട്ടതിന് ശേഷം ഇതിങ്ങോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഗ്ലാസ് ഇങ്ങോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാവും. ഇനി ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെൽമെറ്റിൽ ആൻറ്റി ഫോഗ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇതാണ് ആൻറ്റി ഫോഗ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി. ഓരോ ഹെൽമെറ്റിനും ഓരോ രീതിയിലുള്ള ആൻറ്റി ഫോഗ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ആ ഒരു ക്ലിപ്പിംഗ് കറക്റ്റ് ആവണമെങ്കിൽ ആ ഒരു ഹെൽമെറ്റിൻ്റെ തന്നെ ആൻറ്റി ഫോഗ് നമ്മൾ നോക്കണം. അപ്പോൾ ഹെൽമെറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഏതായാലും വില കൊടുത്ത് എടുക്കുമ്പോൾ ആൻറ്റി ഫോഗുള്ള ഹെൽമെറ്റ് കൂടെ നോക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.